ചായ കൂടി നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്നറിയുണ്ടാവുന്നത്? അവനിത് കച്ചറ സംസാരിച്ച് നിങ്ങൾ കാര്യമായിട്ട് സംസാരിച്ചങ്ങ് തീർക്കണം. എന്തിനാ വഴക്കുണ്ടാവുന്നത്? അസമയം ആർക്കല്ലേ അവന് അഹങ്കാരേക്ക് സംസാരിച്ചിട്ട് നിങ്ങൾ ക്ഷമയായിട്ട് സംസാരിക്കുക. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതെ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ ചായ കുടിക്കാൻ വന്നില്ലേ? അവന് വേറെ വേറെ സംസാരിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞ ഭായി നീ മിനിറ്റ് अरे दो गाड़ी के सामने क्यों लड़ाई कर रहे हैं? इसमें क्या बात है? आपस में दो गाड़ी के अंदर क्यों लड़ाई करते हैं? अरे कुछ करो तो बाहर जाके करो सारा भोसड़ी का निकल गया। കൊല്ലം അഞ്ചലിൽ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ ആക്രമിച്ചതായി പരാതി. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. അഞ്ചൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മാതാ ബേക്കറിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ എത്തിയ 3 അന്യസംസ്ഥാന തൊഴിലാളികൾ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ ആക്രമിച്ചത്. സംഭവത്തിൽ നാട്ടുകാരും സമീപത്തെ വ്യാപാരികളും ഇടപെട്ട് അക്രമം തടയാൻ ശ്രമിച്ചിട്ടും അക്രമികൾ വീണ്ടും ബേക്കറി ജീവനക്കാരനെ ആക്രമിക്കുന്നത് തുടരുകയായിരുന്നുവെന്ന് ബേക്കറി ഉടമ അരുൺ പറയുന്നു. നാട്ടിലുള്ള ആളുകളായാൽ പോലും വ്യാപാര സ്ഥാപനങ്ങൾ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിക്കുകയോ തൊഴിലാളികളെ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന രീതികൾ ഇവിടെ നിലവിലുള്ളതല്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ഇങ്ങനെയുള്ള പരിപാടികളാകുമ്പോഴത്തേക്ക് നമ്മളുടെ വ്യാപാരികളായാലും ബാക്കിയുള്ളവർക്കായാലും അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു എണ്ണമല്ല അവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ ഇതിൽ ആരും പബ്ലിക്കായിട്ട് ആരും ഇടപെടാനോ ആരും അതിന് തയ്യാറായില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് ഇങ്ങനെയുള്ള തുടർച്ചയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനൊക്കില്ല. കാരണം അവർ 5, 6, 10 പേരല്ല അവിടെ ഉള്ളത്. അവർ ഒന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവർക്ക് നമ്മുടെ ഒരു സുരക്ഷിതത്വം ഒന്നുമില്ലായ്മയായിരുന്നു. അക്രമ കാരണം വ്യക്തമല്ലെന്നും സംഭവത്തിൽ 3 അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ അഞ്ചൽ പോലീസിൽ ബേക്കറി ഉടമ പരാതി നൽകിയിട്ടുമുണ്ട്. നമ്മളെ ഇവിടെ ഈ കടയിൽ നിൽക്കുന്ന പയ്യനുമായിട്ടായിരുന്നു ഇവരെന്തൊക്കെ സംസാരം. പക്ഷേ മദ്യപിച്ചിട്ട് ഈ കക്ഷീനെ കൊല്ലൂ എന്നുള്ളത് എന്ന രീതിയിലാണ് ഇവിടെ വന്നത്. അപ്പോൾ പലരും പറഞ്ഞു നോക്കി, ഇവൻ കേൾക്കുന്നില്ല, ഒരു രക്ഷയില്ല. ഇവനാണെങ്കിൽ അവൻ തകർക്കും, കൊല്ലും, ആ രീതിയിൽ. പിന്നെ ഹിന്ദിയിലാണ് മൊത്തം തെറിവിളി. അങ്ങനെ തകർത്തുകൊണ്ട് നിന്ന. പിന്നെ നമ്മളെല്ലാം കൂടെ ഓർഡർ വന്നതിന് ശേഷമാണ് ഇത് നമ്മൾ ഇവരെ ചെറിയ രീതിയിൽ ചെറിയൊരു വരട്ടി എല്ലാവരെയും പറഞ്ഞു വിട്ടത്. പിന്നെ പോലീസൊക്കെ ഇടപെട്ടു. പിന്നെ നമ്മളിവിടെ DYFIയുടെയും എല്ലാ ആൾക്കാരും പറഞ്ഞിട്ട് പോലും ഇവൻ കേൾക്കാത്ത അത്രയും ഡേഞ്ചറാവായി. ഇന്നലെ നല്ല പിടുത്തം, ഇനി വല്ല മയക്കുമരുന്നാണെന്ന് പോലും സംശയിക്കുന്നു. അവൻ ആൾ ഡേഞ്ചറാവാൻ. ഇവിടുന്ന് എല്ലാവരും പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അപ്പോൾ സമാധാനം പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അവൻ കൊല്ലൂന്ന് പറഞ്ഞ് തന്നെയാണ് ഇവിടെ വന്ന് നിന്ന് കറങ്ങിയത്. ചായ കൂടി നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്നറിയുണ്ടാവുന്നത്? അവനിത് കച്ചറ സംസാരിച്ച് നിങ്ങൾ കാര്യമായിട്ട് സംസാരിച്ചങ്ങ് തീർക്കണം. എന്തിനാ വഴക്കുണ്ടാവുന്നത്? അസമയം ആർക്കല്ലേ അവന് അഹങ്കാരേക്ക് സംസാരിച്ചിട്ട് നിങ്ങൾ ക്ഷമയായിട്ട് സംസാരിക്കുക. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതെ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ ചായ കുടിക്കാൻ വന്നില്ലേ? അവന് വേറെ വേറെ സംസാരിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞ ഭായി നീ മിനിറ്റ് अरे दो गाड़ी के सामने क्यों लड़ाई कर रहे हैं? इसमें क्या बात है? आपस में दो गाड़ी के अंदर क्यों लड़ाई करते हैं? अरे कुछ करो तो बाहर जाके करो सारा भोसड़ी का निकल गया। അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 100 കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൃത്യമായ പേരോ വിവരങ്ങളോ ഇല്ലാതെ ജോലി ചെയ്യാൻ തമ്പടിച്ചിട്ടുള്ളത്.
ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ്, അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.